ആൻഡ് ഇറ്റ്സ് ഡേ 2 ഓഫ് ടർക്കി ട്രിപ്പ്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. ആസ് എക്സ്പെക്ടഡ് നമുക്ക് പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് അല്ലായിരുന്നു. അങ്ങനെ മനസ്സോടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി കാഴ്ചകളിലേക്ക് ഇറങ്ങി. ഇന്നത്തെ ദിവസം പ്ലാൻഡ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ബോസ്ഫറസ് ക്രൂസ് റൈഡ് മാത്രമായിരുന്നു. അത് വൈകിട്ട് 5:45 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിനു മുന്നേ വേറെ എവിടെയെങ്കിലും കൂടെ പോകാമെന്ന് കരുതി ഞങ്ങൾ സുൽത്താൻ അഹമ്മദിന്റെ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങി. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് കണ്ട ഹിപ്പോഡ്രോം സ്ക്വയറേ അല്ലായിരുന്നു ഇന്ന്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. സീസൺ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് രാജ്യത്ത് നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഹഗിയ സോഫിയ, ബസിലിക്ക സിസ്റ്റേൺ, ബ്ലൂ മോസ്ക്, ടോപ്കാപ്പി പാലസ്, ഇതൊക്കെയാണ് സുൽത്താൻ അഹമ്മദിനോട് ചേർന്ന് കിടക്കുന്ന മെയിൻ അട്രാക്ഷൻസ്. ബ്ലൂ മോസ്ക് ഒഴികെ ബാക്കി എല്ലായിടത്തേക്കും എൻട്രി പാസ് ഉണ്ട്. അട്രാക്ഷൻസ് ആക്ടിവിറ്റീസ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഗെറ്റ് യുവർ ഗൈഡ് അല്ലെങ്കിൽ ക്ലൂക്ക് എന്നീ 2 ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ആദ്യം നമ്മൾ പോയത് ഹഗിയ സോഫിയയിലേക്കാണ്. ഹഗിയ സോഫിയയിലേക്ക് എൻട്രി പാസ് മാത്രം പോരാ, ലേഡീസിന് തലയിലിടാൻ ഒരു വെയിൽ കൂടെ മേടിക്കേണ്ടി വരും. 27.5 പൗണ്ടാണ് ഒരാൾക്ക് ഹഗിയ സോഫിയയിലേക്കുള്ള എൻട്രി ഫീ. തലയിലിടുന്ന ഒരു വെയിൽ കൂടെ ചേർത്ത് 2 പേർക്ക് കൂടെ 62 പൗണ്ടാണ് ഹഗിയ സോഫിയയ്ക്ക് വേണ്ടി ചെലവായത്. ഇത്രയും പൈസ കൊടുത്ത് അവിടെ കാണാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ആർക്കിടെക്ചറൽ ഓർ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ വർത്ത് വിസിറ്റ് ആണ് ഹഗിയ സോഫിയ. പിന്നെ അസാസിൻസ് ക്രീഡ് HCO ട്രിലജിയിലെ റെവലേഷൻസ് ഗെയിം കളിച്ച ആർക്കായാലും ഈ സ്ഥലങ്ങളൊക്കെ ഇതിനു മുമ്പ് എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഹഗിയ സോഫിയയുടെ പുറത്തും അകത്തുമായിട്ട് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രെയർ ടൈം ആയിരുന്നതുകൊണ്ടും പള്ളിയുടെ താഴത്തേക്ക് ഇറങ്ങിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ബാൽക്കണി വ്യൂ മാത്രമേ സാധിച്ചുള്ളൂ. കഴിവതും എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ആണ് ലാഭം. ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ 40 പൗണ്ടാണ് ഒരാൾക്ക് ഹഗിയ സോഫിയയിൽ പറഞ്ഞത്. അങ്ങനെ ഹഗിയ സോഫിയയും കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് ലഞ്ച് കഴിക്കാൻ കയറി. 33 പൗണ്ടാണ് 2 പേർ കൂടെ ആയത്. ലഞ്ച് കഴിഞ്ഞ് നേരെ ഹോട്ടൽ റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. വൈകിട്ട് 5:45 ക്രൂസ് റൈഡിന്റെ മീറ്റപ്പ് ലൊക്കേഷനിൽ ചെല്ലാൻ പറഞ്ഞിരുന്നത്. അവിടെ വരെയുള്ള ഊബറിന് 5 പൗണ്ടാണ് ആയത്. ഗെറ്റ് യുവർ ഗൈഡ് ആപ്പ് വഴി ബുക്ക് ചെയ്ത ഈ സൺസെറ്റ് ക്രൂസ് റൈഡിന് ഒരാൾക്ക് 7 പൗണ്ട് വെച്ച് 2 പേർ കൂടെ 14 പൗണ്ടാണ് ആയത്. ഇസ്താൻബുളിൽ വന്നാൽ ഒരിക്കലും ബോസ്ഫറസ് ക്രൂസ് റൈഡ് മിസ് ചെയ്യരുത്. ഇത്രയും ചീപ്പായി ഇതുപോലെ നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന വേറൊരു ഓപ്ഷൻ ഇസ്താംബുളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീ, കോഫി, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം അൺലിമിറ്റഡ് ആയിരുന്നു ടിക്കറ്റ്. ഫുഡ് വേണമെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ക്രൂസ് റൈഡിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഹോട്ടൽ റൂം ചെക്ക്ഔട്ട് ചെയ്തിരുന്നു. കാരണം ഇന്ന് രാത്രിയാണ് ഞങ്ങൾ കപ്പഡോക്കിലേക്ക് ബസ് കയറുന്നത്. ക്രൂസ് റൈഡ് ഏകദേശം 2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. ഞങ്ങൾ താമസിച്ച ഹോട്ടലിനടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റിലാണ് പോയത്. തിരിച്ചുള്ള ഊബറിന് 6 പൗണ്ടാണ് ആയത്. 2 പേർക്കൂടെ ഡിന്നറിന് 29 പൗണ്ട്. ഡിന്നർ കഴിഞ്ഞ് ഹോട്ടൽ റിസപ്ഷനിൽ പോയി ബാഗേജും എടുത്തിട്ട് ഞങ്ങൾ എസൻലർ ബസ് സ്റ്റേഷനിലേക്ക് ഒരു ഊബർ ബുക്ക് ചെയ്തു. 13 പൗണ്ടാണ് ബസ് സ്റ്റേഷൻ വരെ ഊബറിനായത്. ഒബിലെറ്റ് എന്ന വെബ്സൈറ്റ് വഴിയാണ് ഞാൻ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 49 പൗണ്ടാണ് ഗോരമേ വരെ ഞങ്ങൾക്ക് 2 പേർ കൂടെ ആയത്. അങ്ങനെ ആകെ മൊത്തം 198 പൗണ്ടാണ് നമ്മുടെ ഡേ ടു എക്സ്പെൻസ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഡേ 2. സ്റ്റേ ട്യൂൺഡ്.